എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അതായത് പ്ലേ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ചിത് ശക്തി വിലാസ് എന്നുള്ള ബുക്കിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് അതിൽ സ്വാമി മുക്താനന്ദ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ, സ്പിരിച്വാലിറ്റി ഇൻ വേൾഡ്ലി ലൈഫ്. നമ്മളും എല്ലാം സ്പിരിച്വാലിറ്റിയിലാണല്ലോ ആ പാതയിൽ കൂടെയാണല്ലോ നമ്മൾ നടന്നു പോകുന്നത്. അപ്പം സ്പിരിച്വാലിറ്റി ഇൻ വേൾഡ്ലി ലൈഫ്, അതായത് ഈ സാധാരണ ഈ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം സ്പിരിച്വാലിറ്റിയുടെ റോൾ എന്തുവാണ് എന്നാണ് മുക്താനന്ദ പറയാൻ നോക്കുന്നത്. നമ്മൾ അത് എന്തുവാന്നുള്ളത് അറിയാം. ഓക്കെ, ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് അദ്ദേഹം പറയുന്നത്, നമ്മുടെ മെഡിറ്റേഷനും ഈ ജീവിതം, ഈ ലൗകിക ജീവിതത്തിലും മെഡിറ്റേഷൻ ചെയ്യണം. അപ്പം ഈ ആത്മീയതയിൽ മാത്രമല്ല മെഡിറ്റേഷൻ ആവശ്യമുള്ളത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ലൗകിക ജീവിതത്തിൽ നമ്മളെ നേരെ നയിച്ചു കൊണ്ട് പോകണമെങ്കിൽ അതിനും പോലും നമുക്ക് മെഡിറ്റേഷൻ വേണ്ടിയിരിക്കുന്നു എന്നാണ്. അപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പം നമ്മളുടെ ഈ സാധാരണ ജീവിതം എന്ന് പറയുന്നതും സ്വർഗലോകമായിട്ട് മാറും എന്നാണ് സ്വാമി മുക്താനന്ദ അവകാശപ്പെടുന്നത്. അപ്പം ഇതില് അതായത് സ്വാമി മുക്താനന്ദ പറയുന്നത്, ഒരു കേക്ക് നമ്മൾ ചെയ്യുമ്പം അതിനകത്ത് പഞ്ചസാര ഇല്ലാത്ത ഒരു കേക്കാണെങ്കിൽ, മുട്ടയില്ലാത്ത കേക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ പഞ്ചസാര ഇല്ലാത്ത ഒരു കേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് ഒരു മധുരവും കാണത്തില്ല. അതുപോലെയാണ് ഈ പഞ്ചസാര ഇല്ലാതെ ചെയ്യുന്ന കേക്കിന് തുല്യമാണ് നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ ഇരിക്കുമ്പം മെഡിറ്റേഷൻ ചെയ്യാത്ത ഒരു ജീവിതം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സാധാരണ ജീവിതം നയിച്ചു കൊണ്ടുപോവുക. അതായത് നിങ്ങൾക്ക് എല്ലാം ഈ ലോകത്ത്, ഈ ജീവിതത്തിൽ, ഈ ജന്മത്ത് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾ ചെയ്യുക. ഓക്കെ, പഠിക്കുക, ജോലി ചെയ്യുക, കല്യാണം കഴിക്കുക, മക്കളെ പെറുക, കുടുംബം നടത്തുക. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. സാധാരണ ജീവിതം നയിക്കുന്നതിന് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മെഡിറ്റേഷനും ചെയ്യണം. അതായത് ഞാൻ നിങ്ങളെ കാട്ടിൽ പോകാൻ പറയുന്നില്ല, ഓക്കെ, ആരെയും വെറുക്കണമെന്ന് പറയുന്നില്ല, വീട് വിട്ട് ഓടിപ്പോകണമെന്നും പറയുന്നില്ല, കാട്ടിൻ്റെ നടുക്കോ അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ അടിവാരത്ത് പോയി ഇരുന്ന് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്താലേ എല്ലാം സിദ്ധിയാവത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. സാധാരണ ജീവിതം ജീവിക്കുക. ഓക്കെ, അതിൻ്റെ ഇടയിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മെഡിറ്റേഷനും ചെയ്യണം. അപ്പോഴേ ഈ സഹസ്രാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് കിട്ടുന്ന ആ അമൃതത്തിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ദേഹത്ത് തന്നെ ആ അമൃതം ചുരക്കുമ്പം നമ്മൾ തന്നെ ദൈവമായിട്ട് മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം ഒരു ചെറിയ കഥ പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഗുരുവാക്കിയ ഭഗവാൻ നിത്യാനന്ദ പറഞ്ഞ കഥയാണ്. അതിനെ അദ്ദേഹം, സ്വാമി മുക്താനന്ദ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതുന്നു. അതായത് ഒരു ഭാര്യയും ഭർത്താവും ഒരു ശപഥം എടുത്തു. എന്തുവാ, നമ്മൾ എല്ലാ അമ്പലങ്ങളിലും പോകണം, എല്ലാ നല്ല നല്ല സ്ഥലങ്ങളിലും പോകണം, നമ്മൾ ജീവിതത്തിനെ ഒരു യാത്രയായിട്ട് മാറ്റണം, അങ്ങനെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പോകണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ അവർ രണ്ടുപേരും തീരുമാനിച്ചു. പക്ഷെ അവർക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത് തന്നെ അവർക്ക് വലിയ ഒരു മനപ്രയാസമായിപ്പോയി. അപ്പം അവർ നല്ല ഒരു മഹാൻ്റെ അടുത്ത് പോയിട്ട് രണ്ടുപേരും കൂടെ പറയുന്നു, ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം. അതായത് നല്ല കാര്യം എന്ന് വെച്ചാൽ എല്ലാ അമ്പലങ്ങളിലും പോകണം, ക്ഷേത്രാടനം പോകണം, എല്ലാ നല്ല സ്ഥലങ്ങളും ശക്തിയുള്ള സ്ഥലങ്ങളും ഒക്കെ ചുറ്റി കാണണം എന്ന് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. പക്ഷേ ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റിയില്ല. അത് തന്നെ ഞങ്ങളുടെ മനസ്സിലൊരു വലിയ കുറവായിട്ട് കാണുന്നു. ഞങ്ങൾ അതിനെന്ത് ചെയ്യാം? ഇപ്പം വയസ്സായിപ്പോയി, ഇപ്പം ഞങ്ങൾക്ക് ഇനി വലിയ ക്ഷേത്രാടനം ഒന്നും പോകാൻ പറ്റുന്നില്ല. അപ്പം ഈ മനസ്സിലുള്ള ഒരു പ്രയാസത്തിനെ എങ്ങനെ മാറ്റിയെടുക്കും? അതിനൊരു വഴി പറയണം എന്ന് പറഞ്ഞപ്പം
ആ മഹാൻ പറഞ്ഞെന്ന് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു കപ്പിളിനെ കാണിച്ചു തരാം. കപ്പിൾ എന്ന് വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. അവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവര് വീട്ടിലേ ഇരുന്ന് ധ്യാനം ചെയ്ത് 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 അവർക്ക് ഈ അമൃതം ദിവസവും അവരുടെ ഉൾനാക്കിൽ ചൊട്ടുന്നുണ്ട്. അങ്ങനെ ഉള്ള അവരെ നിങ്ങൾ പോയി കണ്ട് അവരുടെ കാലടിയിൽ ഏതെങ്കിലും ഒരു ചെറിയ പഴവോ പൂവോ വാങ്ങിച്ചു കൊടുത്ത് സമർപ്പിച്ചിട്ട് അവരെ 3 പ്രാവശ്യം വലം വന്നാൽ മതി. നിങ്ങൾ വിചാരിച്ചതെല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ആ മനപ്രയാസം നിങ്ങളെ വിട്ടു മാറും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെല്ലാം നടന്നതിന് തുല്യമാകും. അവരെ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് വന്നാൽ മതി. അപ്പം അങ്ങനെ ആ മഹാൻ പറഞ്ഞു പോലും. അപ്പം ഇവരും അതുപോലെ തന്നെ ചെയ്ത് അവരുടെ മനസ്സിൻ്റെ പ്രയാസത്തിനെ മാറ്റി. ഇപ്പം ഇത് ഞാൻ ഈ ബുക്കിൽ വായിച്ചപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ നാരദർ ഉണ്ടല്ലോ, ഒരു പഴം കൊണ്ട് ശിവന്റെ കയ്യിൽ കൊടുക്കും. അപ്പം ഗണപതിയും മുരുകനും എനിക്ക് വേണമെന്ന് വഴക്കിടും. അങ്ങനെ പറയുമ്പം അപ്പം പറയും, ആര് ലോകത്തിനെ ആദ്യം ചുറ്റി വന്ന് അമ്മയും അച്ഛനെയും തൊഴുന്നോ അവർക്ക് ഈ പഴം കിട്ടും. അപ്പം മുരുകൻ ഞാനാണ് ഫാസ്റ്റ്, ഞാൻ പോകാമെന്ന് പറഞ്ഞ് മയിലിൽ കയറി ലോകം ചുറ്റി വരാനുള്ള പുറപ്പാട് നടത്തി. പക്ഷേ ഗണപതി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എൻ്റെ ലോകം എന്ന് പറയുന്നത് എൻ്റെ അമ്മയും അച്ഛനുമാണ്. അപ്പം എൻ്റെ അമ്മയും അച്ഛനെയും 3 പ്രാവശ്യം ചുറ്റിയാൽ എൻ്റെ ഈ ലോകത്തിനെ ചുറ്റിയതിന് തുല്യമാണല്ലോ എന്ന് പറഞ്ഞ് അമ്മയും അച്ഛനെയും 3 പ്രാവശ്യം ചുറ്റി ഈ കാര്യം പറഞ്ഞ് കയ്യിലുള്ള പഴം വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പം മുരുകൻ ലോകം മൊത്തം ഒരു കറക്കം കറങ്ങിയിട്ട് വന്ന് പഴം എന്തിയെ ചോദിച്ചപ്പം നിന്റെ ചേട്ടൻ വാങ്ങിച്ചോണ്ട് പോയി, ഇങ്ങനെയാണ് സംഗതി എന്നൊക്കെ പറഞ്ഞപ്പോൾ മുരുകൻ ഭയങ്കര ദേഷ്യം വന്നു. ഇതൊക്കെ ഒരു കഥയാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, അല്ലെങ്കിൽ ഇത് നടന്നോ നടന്നില്ലയോ, എപ്പം നടന്നു, അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ കഥ മുഖാന്തരം നമുക്ക് പറയാൻ വരുന്നത് ഈ നമ്മുടെ അമ്മയും അച്ഛനെയും ബഹുമാനിക്കണം എന്നാണ്. അപ്പം അതുപോലെ ഈ ഭാര്യയും ഭർത്താവും അവരെവിടെയും ക്ഷേത്രാടനം പോയിട്ടില്ല, വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. പക്ഷെ അവർ വീട്ടിൽ ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെ അതേ വീട്ടിൽ ഇരുന്ന് അവര് ഈ മെഡിറ്റേഷൻ ചെയ്ത് 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 അവർക്ക് അങ്ങേ അറ്റത്തെ സ്റ്റേജ് എത്തി. അവരുടെ ചിത്ത് ശക്തി, കുണ്ടലിനി ശക്തി ഉണർന്നു. ഉറങ്ങിക്കിടന്ന് കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ അവർക്ക് പറ്റി. അപ്പൊ അവരെ തൊഴുന്നത് ദൈവത്തിനെ തൊഴുന്നതിന് തുല്യമാണ് എന്നാണ് ആ മഹാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഈ കഥകളൊക്കെ പറയുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളും അതുപോലെ ജീവിക്കണമെന്നുള്ളത് കാണിക്കാനാണ്, വേറൊന്നുമല്ല. ഓക്കെ. അപ്പം എന്തുവാ പറയുന്നേ, ദൈവം എവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മൾ കൈലാസത്തിൽ പോയാൽ തന്നെ ദൈവത്തിനെ കാണാം എന്ന് വിചാരിക്കരുത്. വൈകുണ്ഠം പോകണം, കൈലാസം പോകണം എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ നോർമലായിട്ടുള്ള ജീവിതം നയിച്ചു കൊണ്ടുപോകുക. നമ്മളുടെ ജാതി എന്തുവാ, മതം എന്തുവാ, അതിനേറ്റ പോലെ നമ്മൾ ജീവിക്കുക. ഓക്കെ. പക്ഷേ എല്ലാത്തിലും ഏത് കാര്യം ചെയ്താലും ദൈവത്തിനെ മുൻനിർത്തി ചെയ്യുക എന്നാണ് പറയുന്നത്. ബട്ട് ഓൾവേസ് ലീഡ് യുവർ നോർമൽ ലൈഫ്, ഫോളോ യുവർ ഓൺ റിലിജൻ, ബട്ട് ഓൾവേസ് പ്ലേസ് ഗോഡ് ഫസ്റ്റ്. ഓൾവേസ് പ്ലേസ് ഗോഡ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ദൈവത്തിനെ മുൻനിർത്തി നമ്മൾ ഏത് കാര്യവും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പം തന്നെ നമ്മൾ തെറ്റുകൾ ചെയ്യാതെ നല്ലത് ചെയ്യാനുള്ള സാധ്യതകൂറുകൾ കൂടുതലാണ്, ഇല്ല? അങ്ങനെ ചെയ്യാൻ അപ്പം ദൈവത്തിനെ നിലനിർത്തി ഏത് കാര്യം, ഇത് നമ്മുടെ മനസാക്ഷിക്ക് വിരോധമില്ലാതെ ദൈവത്തിനെ മുൻനിർത്തി ചെയ്യുമ്പം നമുക്ക് നല്ല കർമാക്കൾ ചെയ്യാനേ തോന്നത്തുള്ളൂ. അതാണ് സ്വാമി മുക്താനന്ദയും പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് സ്വാമി പറയുന്നത് അടുത്ത ചാപ്റ്ററിൽ ദ ഗ്രേറ്റ്നെസ് ഓഫ് എ ഗുരു. അപ്പൊ ഈ 2ാമത്തെ ചാപ്റ്ററിലെ ഒടുക്കം തന്നെ അദ്ദേഹം എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനൊക്കെ ഇത്രയും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സാധാരണ ജീവിതം നയിച്ചു പോകുമ്പോഴേ ഇത്രയും മെഡിറ്റേഷനൊക്കെ ചെയ്ത് അമൃതം കുടിച്ച്
കുണ്ടലിനി ശക്തിയെ എണീപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു വഴികാട്ടി വേണം. ആ വഴികാട്ടിയാണ് ഗുരു. അപ്പം നിങ്ങൾക്ക് നല്ല ഒരു ഗുരുവിനെ കിട്ടിയാൽ മാത്രമേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദി ഗ്രേറ്റ്നെസ് ഓഫ് എ ഗുരു. അപ്പം ദൈവത്തിനെ നിങ്ങൾക്ക് ഉണരണമെങ്കിൽ, നിങ്ങളെ നിങ്ങൾ അറിയണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുരുവിൻ്റെ സഹായം വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്താനും പല സാധനകൾ ചെയ്യാനും നിങ്ങളെ സ്പിരിച്വലായിട്ട് ആത്മീയതയിൽ നല്ല രീതിയിൽ വഴി നടത്തി ചെല്ലാനും നിങ്ങൾക്ക് ഒരു ഗുരു അത്യാവശ്യമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഒരുപാട് പറയുന്നില്ല. അതായത് ഇപ്പോഴത്തെ ഗുരുക്കന്മാരെല്ലാം എങ്ങനെ അവർ കാശ് വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്നു, അതിനെ ബിസിനസ്സാക്കി നമ്മൾ അങ്ങനത്തെ ചർച്ചയ്ക്കൊന്നും പോകണ്ട. നമുക്കും ഒരു നല്ല ഗുരു വേണം. നമ്മൾ അതിനെ ആഗ്രഹിക്കുക, അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. വെൻ ദ സ്റ്റുഡൻറ് ഈസ് റെഡി ദ ടീച്ചർ വിൽ കം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഗുരുവിനെ ആഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിനെ വഴി നടത്തി ചെല്ലാൻ ഒരു നല്ല ഗുരു വേണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മാത്രം മതി. നമുക്ക് നല്ല ഒരു ഗുരു നമ്മളെ തേടി വരും. ഓക്കെ, നമുക്കൊരു നല്ല ഗുരുവിനെ കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. പ്രപഞ്ചം നമുക്ക് ഒരു നല്ല ഗുരുവിനെ കൊണ്ടുതരും. അപ്പം സ്വാമി മുക്താനന്ദ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഭഗവാൻ നിത്യാനന്ദനെയാണ് ഫുൾ ആൻഡ് ഫുൾ മെഡിറ്റേറ്റ് ചെയ്തത്. അടുത്ത പാർട്ടിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എത്ര അതായത് അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പം ഫസ്റ്റ് ചാപ്റ്ററെ ആ ചാപ്റ്റർ വരുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പാദതൂളിയെ എടുത്തോണ്ട് വന്ന് അതിനെ പൂജിച്ചു, അതിനെ മെഡിറ്റേറ്റ് ചെയ്തു. ഗുരുവിനെയാണ് ഇദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് സ്വാമി മുക്താനന്ദയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പുറത്ത് അത്രയും സ്നേഹവും മര്യാദയും അതായത് കണ്ണടച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എന്നെ ഇത്രയും ദൂരം കൊണ്ടുവന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം 100% ടോട്ടൽ സറണ്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അടുത്താണ്. ഓക്കെ, അപ്പം അദ്ദേഹം പറയുന്നത് എൻ്റെ ഭഗവാൻ നിത്യാനന്ദയുടെ സമാധി പോയിരുന്നാലേ മതി, നിങ്ങൾക്ക് എല്ലാ ശക്തിയും കിട്ടും. അത് സത്യമാണ്. എത്രയോ ജീവസമാധികളുണ്ട്, സിദ്ധറുകളുടെ എത്രയോ ജീവസമാധികളുണ്ട്. ആ ജീവസമാധിയിലൊക്കെ നമ്മൾ ദിവസവും കുറേ നേരം പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്താലേ മതി, നമുക്ക് ഒരുപാട് സിദ്ധികൾ കിട്ടും. ഓക്കെ, അങ്ങനത്തെ ജീവസമാധികൾ തമിഴ്നാട്ടിലാണ് ഇഷ്ടം പോലെ ഉള്ളത്. ചെന്നൈയിലും ചെന്നൈയുടെ ചുറ്റുവട്ടാരത്തും തന്നെ ഇഷ്ടം പോലെ ജീവസമാധികളുണ്ട്. അവിടെ ഒരുപാട് ജീവസമാധികൾ ഞാനും പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ പോകുമ്പോൾ നല്ല ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ റെഗുലറായിട്ട് പോകണം. ദിവസവും ഒരു 3 മണിക്കൂർ അവിടെ പോയി ഇരുന്ന് ധ്യാനിക്കണം, മെഡിറ്റേഷൻ ചെയ്യണം. അങ്ങനെ തുടർന്ന് ചെയ്താൽ മാത്രമേ നമുക്കത് ഫലിതമാകത്തുള്ളൂ. ചുമ്മാ പോയി ഒരു വിസിറ്റർ പോലെ പോവുക, ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് തൊഴുതിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു ഫലമുണ്ട്. പക്ഷേ നമുക്ക് തുടർന്ന് അവിടെ പോയി നിന്ന് ചെയ്യാൻ നമുക്ക് പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഒരു കാര്യം. ഓക്കെ, അതൊന്ന്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഒടുക്കം നിങ്ങൾ നല്ല ഒരു ഗുരുവിനെ തേടി കണ്ടെത്തി ഒരു ഗുരുവിൻ്റെ അടുത്തുനിന്ന് പല സാധനങ്ങളും പഠിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങളും ആ ഗുരുവായിട്ട് മാറും. നാളെ ഒരു കാലത്ത് നിങ്ങൾ തന്നെ ആ ഗുരുവായിട്ട് മാറും. ആ സ്ഥിതിക്ക് നിങ്ങളെ ഉയർത്തണം എന്ന് പറയുന്നു. അതാണ് ദ ഗ്രേറ്റ്നെസ് ഓഫ് എ ഗുരു. ഓക്കെ, അടുത്തത് 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചിത്തി കുണ്ടലിനി, അതായത് ദ ഡിവൈൻ മദർ. അതായത് നമ്മുടെ ദേഹത്തിലുള്ള കുണ്ടലിനി ശക്തിയെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ആക്ച്വലായിട്ടും ഈ 4ാമത്തെ ചാപ്റ്റർ 3 പേജിലുണ്ട്. ഈ 3 പേജും വായിക്ക അദ്ദേഹം ഈ കുണ്ടലിനി ശക്തിയെക്കുറിച്ചാണ് അത്രയും ഉയർത്തി പുകഴ്ത്തി പറയുന്നത്.
അപ്പം ഫുൾ ബുക്കും എനിക്കിപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലൊന്നും വായിക്കാനൊക്കത്തില്ല. അപ്പം ആ ബുക്സൊക്കെ അമേസോണിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇംഗ്ലീഷ് വായിക്കുക, ഇംഗ്ലീഷ് ബുക്ക് വാങ്ങിച്ച് വായിച്ച് നോക്കുക. ഹിന്ദി അറിയാവുന്നവർ ഹിന്ദി ബുക്ക് വാങ്ങിച്ച് വായിച്ച് നോക്കുക. ഇല്ലാത്തവർ ഇത് തന്നെ കേട്ട് മനസ്സിലാക്കുക. അത്രയും മതി. സി ചുറ്റി ചുറ്റി വന്നാലും ഒടുക്കം പറയുന്നത് സാരാംശം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. നിങ്ങൾ ദിവസവും ഈ ജീവിതത്തിൽ ഇരുന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യണം. അപ്പോഴേ കുണ്ടലിനി ശക്തിയെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റത്തുള്ളൂ. അതൊരു ഗുരു മുഖാന്തരമേ കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് ഇദ്ദേഹവും അടിച്ച് നമ്മളടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മൂന്ന്, അതായത് അദ്ദേഹം പറയുന്നത് സൂര്യൻ ചിലപ്പം നമുക്ക് വെളിച്ചം തരാതിരിക്കാം. അതായത് സൂര്യൻ്റെ അടുത്തു നിന്ന് കിട്ടുന്നത് നമുക്ക് ചൂടാണ്, ചന്ദ്രനടുത്തു നിന്ന് കിട്ടുന്നത് കുളിർമയാണ്. അപ്പം സൂര്യൻ നമുക്ക് ഹീറ്റ് തരാതിരിക്കാം, ചന്ദ്രൻ്റെ അടുത്തു നിന്ന് നമുക്ക് ഒരു കുളിർമ കിട്ടാതെയും പോകാം. ഡേ ടൈം, അതായത് പകല് രാത്രിയാകാം, രാത്രി പകലാകാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഈ ഒരു കാര്യം, ഈ കുണ്ടലിനി നമ്മളുടെ ദേഹത്തുള്ള ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ ഉണർത്തിയാൽ അതിന് തുല്യം വേറെ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്ക് എപ്പോഴേ ഇപ്പം ഇത്രയും കാലം കൊണ്ട് സൂര്യൻ്റെ അടുത്തു നിന്ന് നമുക്ക് ചൂട് കിട്ടിക്കൊണ്ടിരിക്കുവാണ്. ആ ചൂടിലാണ് നമ്മൾ ഇത്രയൊക്കെ ജീവിച്ചിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഫുഡ് കിട്ടുന്നതേ നമുക്ക് ചെടികളുടെ അടുത്തു നിന്നാണ്. ആ ചെടികൾ മരങ്ങളും എങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നു? അത് ഈ സൂര്യശക്തി കൊണ്ടാണ്, സൂര്യ വെളിച്ചമുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം അത്രയ്ക്ക് ബേസിക്കായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ സൂര്യൻ പോലും ചിലപ്പോൾ നമുക്ക് ആ ചൂട് നൽകാൻ മറക്കാം. പക്ഷേ ഈ കുണ്ടലിനി, നമ്മുടെ അമ്മ, നമ്മുടെ ദേഹത്ത് ഇരിക്കുന്ന ആ ഡിവൈൻ മദർ ഉണ്ടല്ലോ, ആ അമ്മ നമ്മളെ കൈവിടത്തില്ല എന്നാണ് പറയുന്നത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ലോകം തലകീഴായിട്ട് മാറിയാലും നമ്മളുടെ ദേഹത്തുള്ള കുണ്ടലിനി എന്ന് പറയുന്ന അമ്മ നമ്മളെ കൈവിടത്തില്ല. അതുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യൂ. അതാണ് ഇദ്ദേഹം നമ്മളടുത്ത് ആവശ്യപ്പെടുന്നതും പറയുന്നതും ഉപദേശമായിട്ട് നൽകുന്നതും. ഓക്കെ, സോ അടുത്ത ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.